ആരാവും ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ്? പതിവിന് വിപരീതമായി ഈ ലോകകപ്പിൽ ചുരുങ്ങിയത് 3-4 പേരെങ്കിലും ഗോൾഡൻ ബൂട്ട് ലക്ഷ്യമിട്ട് മുന്നേറുന്നുണ്ട്. കഴിഞ്ഞ ലോകകപ്പുകളിലെല്ലാം ഏതെങ്കിലും ഒരു താരം ഗോളടിച്ച് മുന്നിലുണ്ടാവുമ്പോൾ ഇപ്രാവശ്യം ഏതാണ്ടൊരു 2-3 താരങ്ങളെങ്കിലും ഓരോ മത്സരത്തിലും ഗോളടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ കിലിയൻ എംബാപ്പെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ലോകകപ്പായിരുന്നു. ആ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിനായിരുന്നു. 8 ഗോളുകളാണ് അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിൽ, ഖത്തർ ലോകകപ്പിൽ നേടിയത്. ഇതിനകം ഈ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ 3 താരങ്ങൾ പ്രീ ക്വാർട്ടർ കഴിയുമ്പോഴത്തേക്കും 7 ഗോളുകൾ നേടിക്കൊണ്ട് മുന്നിലുണ്ട്. ഇവർക്ക് തൊട്ടു പിന്നിലായി മറ്റു ചില താരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആരാവും ഗോൾഡൻ ബൂട്ടിന് അർഹനാകുക? ഏഴ് ഗോൾ വീതമടിച്ച് ഫ്രാൻസിന്റെ നായകൻ കിലിയൻ എംബാപ്പെ പതിവ് പോലെ ഈ ലിസ്റ്റിലുണ്ട്. അതിനൊപ്പം അർജന്റീനയുടെ നായകൻ സാക്ഷാൽ ലിയോണൽ മെസ്സിയും, അതിനൊപ്പം തന്നെ നോർവേയുടെ സൂപ്പർ താരം ഏർലിംഗ് ഹാലണ്ടും നിലവിൽ 1-ാം സ്ഥാനത്തുണ്ട്. 6 ഗോളടിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ ഇവർക്ക് തൊട്ട് പിന്നിലായി 4-ാം സ്ഥാനത്തുമുണ്ട്. മെക്സിക്കോക്കെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പെനാൽറ്റി വലയിലെത്തിച്ചാണ് ഹാരി കെയ്ൻ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ടോപ്പ് 4-ൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ അസിസ്റ്റുകൾ അടക്കമുള്ള റെക്കോർഡുകൾ കൂടി നോക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ മുന്നിലുള്ളത് എംബാപ്പയാണ്. ഗോൾ അടിച്ചതിനൊപ്പം അദ്ദേഹം നൽകിയ അസിസ്റ്റ് കൂടി പരിഗണിച്ചാണ് എംബാപ്പെ ഈ ലിസ്റ്റിൽ മുന്നിലെത്തിയിരിക്കുന്നത്. ഫിഫയുടെ ലോകകപ്പ് നിയമാവലി അനുസരിച്ച് ടൂർണമെൻറ്റിൻ്റെ അവസാനം 2 അതിലധികമോ കളിക്കാർ തുല്യ ഗോളുകളുമായി ഒപ്പത്തിനൊപ്പം എത്തിയാൽ 1-ാം സ്ഥാനക്കാരനെ കണ്ടെത്താനുള്ള ആദ്യ മാർഗം അദ്ദേഹം നൽകിയിരിക്കുന്ന അസിസ്റ്റുകളുടെ എണ്ണം കൂടി കണക്കിലാക്കുക എന്നതാണ്. അതായത് സഹതാരങ്ങൾക്ക് ഗോളടിക്കാൻ എത്ര തവണ കൃത്യമായി പന്ത് പാസ് ചെയ്തു എന്നത് ഇവിടെ നിർണായകമാണ്. അങ്ങനെയുള്ള കണക്കുകൾ നോക്കുമ്പോഴാണ് കിലിയൻ എംബാപ്പെ അദ്ദേഹം 7 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതിനൊപ്പം 2 അസിസ്റ്റുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 2-ാം സ്ഥാനത്തുള്ളത് ലിയോണൽ മെസ്സി. അദ്ദേഹം 7 ഗോളുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 0 അസിസ്റ്റാണ്. ഏർലിംഗ് ഹാലണ്ട് ആണെങ്കിൽ 7 ഗോളുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ 0 അസിസ്റ്റാണ്. അദ്ദേഹം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിൻ്റെ താരമാണ്. 6 ഗോളുകൾ 1 അസിസ്റ്റാണ് അദ്ദേഹത്തിനുള്ളത്. അതിന് താഴെ ഒസ്മാൻ ഡംബലെ 4 ഗോളുകൾ നേടി, അതിനൊപ്പം 2 അസിസ്റ്റുമുണ്ട്. മൈക്കൽ ഒയർസബാൽ 4 ഗോളുകൾ നേടിയിട്ടുണ്ട്, 1 അസിസ്റ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യ സ്ഥാനങ്ങളിലുള്ള ലിസ്റ്റ്. അപ്പോൾ ഈ കണക്കനുസരിച്ച് നോക്കുമ്പോൾ എംബാപ്പെ സെനഗൽ, ഇറാഖ്, സ്വീഡൻ എന്നിവർക്കെതിരെ അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ പ്രീ ക്വാർട്ടറിൽ പരാഗ്വേക്കെതിരെ ഫ്രാൻസിൻ്റെ വിജയ ഗോളും എംബാപ്പയായിരുന്നു സ്വന്തമാക്കിയത്. 482 മിനിറ്റുകളാണ് എംബാപ്പെ ഈ ടൂർണമെൻറ്റിൽ ആകെ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. ഈ ലിസ്റ്റിൽ മെസ്സി അങ്ങനെ രണ്ടാമനായി എന്ന് നോക്കുമ്പോൾ ഏർലിംഗ് ഹാലണ്ടും ലിയോണൽ മെസ്സിയും അടിച്ചത് 7 ഗോൾ വീതമാണ്. ഇരുവർക്കും അസിസ്റ്റുകളൊന്നുമില്ല, 0 അസിസ്റ്റാണ്. ഈ സാഹചര്യത്തിലും മെസ്സി അങ്ങനെ രണ്ടാമനായി എന്ന് നോക്കുമ്പോൾ ഫിഫയുടെ 2ാമത്തെ നിയമം അവിടെ പരിഗണിക്കപ്പെടും. ഗ്രൗണ്ടിൽ ആ താരം ചെലവഴിച്ച ആകെ മിനിറ്റുകൾ എത്ര എന്ന് കൂട്ടും. ഏറ്റവും കുറഞ്ഞ സമയം കളിച്ചുകൊണ്ട് കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരന് ഈ ലിസ്റ്റിൽ 2ാമത് മുൻഗണന ലഭിക്കും. ഹാലണ്ടിനെ അപേക്ഷിച്ച് കുറഞ്ഞ മിനിറ്റുകളാണ് മെസ്സി കളിച്ചിരിക്കുന്നത്. നോർവേയുടെ പ്രീ ക്വാർട്ടർ പോരാട്ടം കഴിഞ്ഞതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരത്തിൽ കളിക്കാതിരുന്നിട്ടും ഫ്രാൻസിനെതിരെ അദ്ദേഹം കളിച്ചിരുന്നില്ല. ഹാലണ്ട് 416 മിനിറ്റുകളാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. ഫ്രാൻസിനെതിരെയുള്ള ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ കളിക്കാതിരുന്നിട്ടും ഇത്രയും മിനിറ്റുകൾ അദ്ദേഹം ഗ്രൗണ്ടിൽ ചെലവഴിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അർജന്റീനയുടെ ലയണൽ മെസ്സി ആവട്ടെ 361 മിനിറ്റുകൾ മാത്രമാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. ഹാലണ്ടിനെ അപേക്ഷിച്ചത് കുറവാണ്. ഹാലണ്ടിനെ മറികടന്ന് മെസ്സി മുന്നിലെത്താനുള്ള കാരണവും ഇത് തന്നെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജോർദാനെതിരായ മത്സരത്തിൽ 2ാം പകുതിയിൽ പകരക്കാരനായിട്ടായിരുന്നു മെസ്സി ഇറങ്ങിയത്. അൾജീരിയക്കെതിരെ ഹാട്രിക്കോടെ തുടങ്ങിയ മെസ്സി ഓസ്ട്രിയക്കെതിരെ 2 ഗോളുകളും ജോർദാൻ, കേപ്പ് വെർദെ എന്നിവർക്കെതിരെ ഓരോ ഗോളും വീതവും നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാഖ്, സെനഗൽ എന്നിവർക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിയ ഏർലിംഗ് ഹാലണ്ട് ആവട്ടെ ഐവറി കോസ്റ്റിനെതിരെ 1 ഗോളും പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെതിരെ കഴിഞ്ഞ ദിനം ഇരട്ട ഗോളും നേടിയിട്ടുണ്ട്. ഇതിന് താഴെയുള്ളത് 6 ഗോളുകളുമായി 4-ാം സ്ഥാനത്തുള്ള ഹാരി കെയ്നാണ്. ഹാരി കെയ്നിന് ഒരു അസിസ്റ്റുമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്രൊയേഷ്യക്കെതിരെ ഇരട്ട ഗോളോടെ തുടങ്ങിയ കെയ്ൻ പനാമ, ഡിയോർ കോങ്കോ എന്നിവർക്കെതിരെയും സ്കോർ ചെയ്തിട്ടുണ്ട്. മെക്സിക്കോക്കെതിരായ പ്രീ ക്വാർട്ടറിലെ ഗോളാണ് കെയ്നെ ഈ പോരാട്ടത്തിൽ സജീവമാക്കി നിർത്തുന്നത്. 489 മിനിറ്റുകളാണ് ഇംഗ്ലീഷ് നായകൻ കൂടിയായ കെയ്ൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. കെയ്ൻ നമുക്കറിയാം മുൻ ലോകകപ്പുകളിൽ 1-ലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് കൂടിയായിരുന്നു. നിലവിലെ ലോകകപ്പിൽ 3 ഗോൾഡൻ ബൂട്ടുകാർ കളിക്കുന്നുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 2022 ലോകകപ്പിലെ ഖത്തർ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ കിലിയൻ എംബാപ്പെ. 2018-ലാണ് കെയ്ന് ഗോൾഡൻ ബൂട്ട് ജേതാവായത് അദ്ദേഹം. അതിനൊപ്പം 2014-ൽ ഗോൾഡൻ ബൂട്ട് ജേതാവായ ജെയിംസ് റോഡ്രിഗസ്. ഈ 3 പേരും 3 വ്യത്യസ്ത ലോകകപ്പുകളിലായി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയ 3 പേരും ഈ ലോകകപ്പ് കളിക്കുന്നുണ്ട്. 2018-ൽ 6 ഗോളുകളായിരുന്നു കെയ്ൻ ആകെ നേടിയത് ഗോൾഡൻ ബൂട്ട് നേടാൻ വേണ്ടി. കൊളംബിയയുടെ റോഡ്രിഗസ് ആവട്ടെ 2014-ലെ ബ്രസീൽ ലോകകപ്പിലായിരുന്നു ടോപ്പ് സ്കോറായത്.
ഇതിൽ കെയ്നോ എംബാപ്പയോ ഗോൾഡൻ ബൂട്ട് നേടിയാൽ അതും ഒരു ചരിത്രമാകും. നിലവിൽ റോഡ്രിഗസ് ഇതുവരെയും ഗോളൊന്നും നേടിയിട്ടില്ല. ഇതിൽ കെയ്നും എംബാപ്പയും 7 ഗോൾ, ഒരാൾ 7 ഗോൾ അടിച്ചു, അതിനൊപ്പം മറ്റേയാൾ 6 ഗോൾ നേടിയിട്ടുണ്ട്. ഇതിൽ ഒരാളെങ്കിലും മറ്റൊരു തവണ കൂടി ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടുകയാണെങ്കിൽ, ഈ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടുകയാണെങ്കിൽ അതൊരു ചരിത്രമാണ്. കാരണം ഒരു കളിക്കാരൻ 2 തവണ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയിട്ടില്ല. ആ ഒരു ചരിത്രം ഒരുപക്ഷെ കെയ്ൻ നേടിയാൽ അത് ചരിത്രമാകും, എംബാപ്പ നേടിയാലും ചരിത്രമാകും. കെയ്ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2025-2026 ക്ലബ്ബ് ഫുട്ബോളിൽ അദ്ദേഹം മികച്ച ഫോമിലായിരുന്നു. ബയൺ മ്യൂണിക്കിന് വേണ്ടി 51 മത്സരങ്ങളിൽ നിന്നും 61 ഗോളുകൾ നേടിയിട്ടാണ് അദ്ദേഹം ഈ ലോകകപ്പിലേക്ക് വരുന്നത്. അതിനൊപ്പം ഇംഗ്ലണ്ടിന് വേണ്ടി 112 മത്സരങ്ങളിൽ നിന്നും 78 ഗോളുകളും നേടിയ ചരിത്രം കെയ്നുണ്ട്. ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു താരം ഏർലിംഗ് ഹാലൻഡാണ്. ആദ്യ ലോകകപ്പ് കളിക്കുന്ന താരമാണ് ഏർലിംഗ് ഹാലൻഡ്. നമുക്കറിയാം, തൻ്റെ കന്നി ലോകകപ്പിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമതെത്തി ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നോർവേയുടെ ഈ ഗോളടി യന്ത്രം. കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ ബ്രസീലിനെ തകർന്നത് ഹാലൻഡിൻ്റെ ഇരട്ട ഗോളുകളായിരുന്നു. ബ്രസീൽ അവസാനമായി ഒരു ലോകകപ്പ് കിരീടം ഉയർത്തുമ്പോൾ, അതായത് 2002 ഹാലൻഡിന് വെറും 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇന്ന് അദ്ദേഹത്തിന് 26 വയസ്സുണ്ട്. കാനറികളുടെ ഗോൾ മുഖത്ത് 2 തവണ നിറയൊഴിച്ചുകൊണ്ട് ബ്രസീലിനെ ഈ ലോകകപ്പിൽ നിന്നും പുറത്താക്കാൻ ഹാലൻഡിന് കഴിഞ്ഞു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കരുത്തും വേഗതയും അതിനൊപ്പം തന്നെ മികച്ച ഫിനിഷിംഗ് മികവും ഒത്തുചേർന്ന ഹാലൻഡിന് മുന്നിൽ അർദ്ധാവസരങ്ങൾ പോലും ഗോളുകളാക്കി അദ്ദേഹം മാറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഗോൾ കണ്ടെത്തിയിട്ട് കൂടിയുണ്ട്. മെസ്സിയും ഇതുപോലെ എല്ലാ മത്സരങ്ങളിലും ഈ ലോകകപ്പിൽ ഗോൾ നേടിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ തൻ്റെ ഉയരം 6.5 അടി ഉയരമുള്ള താരമാണ് ഹാലൻഡ്. ഉയരം കൃത്യമായും തനിക്ക് ഗോൾ അടിക്കുന്നതിന് അനുകൂലമാക്കാൻ ഹാലൻഡിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം ചരിത്രത്തിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ പ്രവേശം കൂടിയാണ് ഹാലൻഡ് നോർവേക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗത്തിൽ ഹാട്രിക്കുകൾ തികച്ചും ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വേഗത്തിൽ 50 ഗോളുകൾ അടിച്ചും റെക്കോർഡുകൾ ഒന്നൊന്നായി ഹാലൻഡ് നേരത്തെ തന്നെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സിയും കെയ്നും എംബാപ്പയും ഒക്കെയുള്ള ഈ ലിസ്റ്റിൽ യങ് ബ്ലഡായ ഏർലിംഗ് ഹാലൻഡ് കൂടെ മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം കനക്കുമെന്നുറപ്പാണ്. പക്ഷേ നോർവേ എന്ന ടീമിൻ്റെ ടൂർണമെൻറ്റിൽ എത്രത്തോളം അത് മുന്നോട്ടേക്ക് പോകും എന്നതും മറ്റൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഫ്രാൻസും അർജന്റീനയും സെമിയിലെങ്കിലും എത്തുമെന്ന് ഫുട്ബോൾ പ്രേമികളൊക്കെയും പ്രവചിക്കുമ്പോൾ നോർവേയുടെ ഈ ഒരു എത്രത്തോളം പ്രവചനാത്മകമായ ടീമാണ് നോർവേ എന്നറിയാം. നോർവേ ഈ ടൂർണമെൻറ്റിൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഹാലൻഡിൻ്റെ ഗോൾഡൻ ബൂട്ട് പ്രതീക്ഷ. നിലവിലെ കണക്കനുസരിച്ച് എംബാപ്പയോ മെസ്സിയോ ഈ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടാനാണ് സാധ്യത. ഇനി ഇവരെയൊക്കെ മറികടന്ന് മുന്നേറാൻ സാധിക്കുന്ന മറ്റു ചില താരങ്ങൾ കൂടി. ഇംഗ്ലണ്ടിൻ്റെ ജൂഡ് ബെല്ലിംഗാം പോലുള്ള താരങ്ങൾ ഈ ലോകകപ്പിലുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ ഡംബലെ പോലുള്ള താരങ്ങളുണ്ട്. അങ്ങനെ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിന് ഇവരെ മറികടന്നുകൊണ്ട് മുന്നിലെത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആരാകും നിങ്ങളുടെ ഗോൾഡൻ ബൂട്ട് എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.